നമസ്കാരം, ഏവർക്കും കനകധാര വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടും ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാകാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ്. ഓരോ മനുഷ്യർക്കും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമാണുള്ളത്. ഒരാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണെങ്കിൽ മറ്റൊരാൾക്ക് അസുഖങ്ങൾ കൊണ്ടുള്ള ദുരിതങ്ങളായിരിക്കും. മറ്റു പലർക്കും സ്ഥിരജോലി ഇല്ലാത്തതും ചിലർക്ക് വീട്ടിൽ സന്തോഷമില്ലായ്മയുമായിരിക്കും. അങ്ങനെ നീണ്ടുപോകുന്നു മനുഷ്യരുടെ ഓരോ പ്രശ്നങ്ങളും. ഓരോന്നും അവരവർക്ക് വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഏതുതരം പ്രശ്നങ്ങൾക്കുമുള്ള 3 തരത്തിലുള്ള പരിഹാരങ്ങളെക്കുറിച്ചാണ്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് കല്ലുപ്പ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇന്ന് കല്ലുപ്പിനെ കുറിച്ച് അറിയാത്തവരായി ആരും തന്നെ കാണില്ല. വളരെയധികം അത്ഭുതശേഷികളുള്ള ഒന്നാണ് കല്ലുപ്പ്. പാലാഴി കടഞ്ഞപ്പോൾ രൂപം കൊണ്ട ഒരു വസ്തുവാണ് കല്ലുപ്പ് എന്ന് പറയുന്നത്. അതിനാൽ തന്നെ അതിൽ മഹാലക്ഷ്മി വസിക്കുന്നു. എല്ലാ മലയാള മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച കല്ലുപ്പ് വാങ്ങി നമ്മുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നത് വളരെ ഐശ്വര്യദായകമാണ്. മാത്രമല്ല, ആർക്കും കല്ലുപ്പ് കടമായും നൽകരുത്. അത് നമ്മുടെ വീട്ടിൽ നിന്ന് മഹാലക്ഷ്മി ഇറങ്ങിപ്പോകാൻ കാരണമാകുന്നു. വീട്ടിൽ നെഗറ്റീവ് എനർജി പാടെ തുടച്ചു നീക്കാൻ കഴിവുള്ള ഒന്നാണ് ഈ കല്ലുപ്പ്. ഒരു വീട്ടിൽ നെഗറ്റീവ് എനർജി ബാധിച്ചാൽ ആ വീട്ടിലുള്ളവർക്ക് അസുഖങ്ങൾ, സാമ്പത്തിക ഞെരുക്കം, വീട്ടിലെ അംഗങ്ങൾ തമ്മിൽ വഴക്കുകൾ, മനസ്സിന് സ്വസ്ഥതയില്ലായ്മ, ജോലിയിൽ സ്ഥാനഭ്രംശം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിനെല്ലാം പാടെ തുടച്ചു മാറ്റാൻ കഴിവുള്ള ഒന്നാണ് കല്ലുപ്പ്. അതിനായി വീട്ടിലെ ഉമ്മറപ്പടിക്ക് സമീപം ഒരു ഗ്ലാസ്സിൽ 1 സ്പൂൺ കല്ലുപ്പിട്ട് വെക്കുക. അതിലേക്ക് ആ ഗ്ലാസ് നിറയെ വെള്ളമൊഴിക്കുക. ഇത് എല്ലാ ദിവസവും മാറ്റേണ്ടതാണ്. ഒന്നുകിൽ സിങ്കിൽ ഒഴിച്ചു കളയാം, അല്ലെങ്കിൽ വീടിന് പുറത്ത് ആരും ചവിട്ടാത്ത ഭാഗത്ത് ഒഴിച്ചു കളയാം. ഇങ്ങനെ നിരന്തരം ചെയ്യുകയാണെങ്കിൽ വീട്ടിലേക്കുള്ള നെഗറ്റിവിറ്റി മുഴുവൻ മാറി പോസിറ്റീവ് ഊർജം വന്നു നിറയുന്നതാണ്. ഇത് കളയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കയ്യിലോ മറ്റോ ഒരല്പം പോലും വീഴാൻ പാടില്ല എന്നുള്ളതുമാണ്. അടുത്തതായി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പച്ചക്കർപ്പൂരമാണ്. നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച് കളഞ്ഞ കുപ്പികളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ചെറിയ അടപ്പുകൾ എടുത്ത് അതിൽ ഓരോ അടപ്പിലും പച്ചക്കർപ്പൂരം, അതായത് മീഡിയം വലിപ്പത്തിലുള്ള കർപ്പൂരം എടുത്ത്, പച്ചക്കർപ്പൂരമാണ്, സാധാ കർപ്പൂരമല്ല, പച്ചക്കർപ്പൂരം ഓരോ അടപ്പിലും ഓരോരു മീഡിയം സൈസിലുള്ളത് എടുത്ത് എല്ലാ റൂമിലും ആരും ചവിട്ടാത്ത ഭാഗത്ത് വെക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബാത്റൂമിൽ വെക്കാൻ പാടില്ല. ഇങ്ങനെ പച്ചക്കർപ്പൂരം വെക്കുക വഴി വീട്ടിൽ ഒരു അണുനാശിനിയായി പ്രവർത്തിക്കുകയും സുഗന്ധം നിറച്ച് പോസിറ്റിവിറ്റി കൊണ്ടുവരികയും ചെയ്യും. ഇതിനോടൊപ്പം മഹാലക്ഷ്മി കടാക്ഷവും ലഭിക്കും. അതിലൂടെ പണം ലഭിക്കാനുള്ള വിവിധ മാർഗങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നു കിട്ടും. അടുത്തതായി ചെയ്യേണ്ടത് 2 ബൗളുകൾ എടുക്കുക. അതിൽ രണ്ടിലും കൂടെയാണ് ഏകദേശം 50 രൂപയുടെ നാണയങ്ങൾ ഇടുക. അതിലൊന്ന് വീടിന്റെ ഹാളിൽ വടക്ക് കിഴക്ക് ഭാഗത്തും മറ്റൊന്ന് വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്തും വെക്കുക. ഇതൊരു വാസ്തു ടിപ്പ് കൂടിയാണ്. ഇങ്ങനെ വെക്കുക വഴി വീട്ടിലെ അംഗങ്ങൾക്ക് സ്ഥിര ജോലിയും അതുവഴി നിങ്ങളുടെ സാമ്പത്തിക നില വളരെ പെട്ടെന്ന് തന്നെ മെച്ചപ്പെടുകയും ചെയ്യും. ഇത് 6 മാസം കഴിയുമ്പോൾ നാണയങ്ങൾ കഴുകി തുടച്ച് അടുത്തുള്ള ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. ശേഷം വീണ്ടും ചെയ്യുക. ഈ 3 കാര്യങ്ങൾ ചെയ്യുക വഴി നിങ്ങൾക്കുള്ള എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും മാറുകയും വീട്ടിലെ അംഗങ്ങൾ തമ്മിൽ ഐക്യവും സന്തോഷവും ഉണ്ടാവുകയും ചെയ്യും. എല്ലാവരും ഈ 3 കാര്യങ്ങളും ചെയ്തതിനു ശേഷം എന്താണ് നിങ്ങളുടെ അനുഭവമെന്ന് ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഏവർക്കും നന്ദി, നമസ്കാരം.